ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സോഷ്യൽ സയൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കൈറ്റ് ഇന്നത്തെ ക്ലാസ്, അതായത് 7ാമത്തെ പാർട്ടായി ചെയ്ത സോഷ്യൽ സയൻസിൻ്റെ നോട്ട്സ് എങ്ങനെ തയ്യാറാക്കേണ്ടതും അതുപോലെ തന്നെ ആക്ടിവിറ്റീസും, ഇത് രണ്ടുമാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും ഒരേപോലെ സഹായകമാകുന്ന രീതിയിൽ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വെച്ചിട്ട് ശ്രദ്ധിച്ച് നോക്കുക. ഇംഗ്ലീഷ് മീഡിയം കാര്യം പറയുമ്പോൾ അവർ ബുക്കിൽ നോക്കിയിട്ട് എഴുതണം, കാരണം ഇതിൽ ചിലപ്പോൾ ക്ലിയറായി കണ്ടോളുന്നില്ല. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത പേജസാണ്, ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജുകളാണ്, ചിലപ്പോൾ ക്ലിയർ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കിയിട്ട് നിങ്ങൾ എഴുതണം. ഞാൻ പറയുന്ന വോയിസ് കേട്ടിട്ട് നിങ്ങൾ എഴുതുക. അതുപോലെ തന്നെ മലയാളം മീഡിയം അതുപോലെ തന്നെ പുസ്തകം നോക്കിയിട്ട് ഞാൻ പറയുന്നതനുസരിച്ച് പുസ്തകത്തിൽ നോക്കിയിട്ട് നോട്ട് പുസ്തകത്തിലേക്ക് എഴുതുക. അപ്പോൾ നമുക്ക് ഇന്നലെ എടുത്ത ആ ക്ലാസ്സിൻ്റെ നോട്ട്സ് എന്തൊക്കെയാണ് എഴുതാനുള്ളത്, നോട്ട്സ് അതിൽ എന്തൊക്കെയാണ് എഴുതാനുള്ളത് നോക്കാം. അതിനുശേഷം ആക്ടിവിറ്റി നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എന്റെ പുതിയ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടിയിലുള്ള ബെല്ലൈക്കൺ ചെയ്യുക. ബെല്ലൈക്കൺ അല്ലേ? അപ്പോൾ ആ പറഞ്ഞ സാധനം കൂടി അമർത്തിയാൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ശല്യമാണെന്നുണ്ടെങ്കിൽ ചെയ്യണ്ട, ഓക്കെ, സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇനി നമ്മൾ പറയുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി വൈവിധ്യവും അതുപോലെ തന്നെ ആ ഭാഗത്തൊക്കെയുള്ള കൃഷിയും അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് ദ ഫിസിയോഗ്രാഫിക് ഡൈവേഴ്സിറ്റി ആൻഡ് അഗ്രികൾച്ചറൽ ഇൻ കേരള. ഇനി നിങ്ങൾ ആ ഭൂപ്രദം ശ്രദ്ധിച്ചോ, അതിൽ 3 വ്യത്യസ്ത കളറായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മൂന്ന് ഭാഗമായിട്ടാണ് കേരളത്തിനെ തരംതിരിച്ചിട്ടുള്ളത്. ഹൗ ഈസ് കേരള ഡിവൈഡഡ് ഫിസിയോഗ്രഫിക്കലി? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ എങ്ങനെയൊക്കെയാണ് തരംതിരിച്ചിട്ടുള്ളതെന്നാണ് ചോദ്യം. എങ്ങനെയൊക്കെയാണ് തരംതിരിച്ചിട്ടുള്ളത് എല്ലാവർക്കും അറിയാം. കേരള ക്യാൻ ബി ഫിസിയോഗ്രഫിക്കലി ഡിവൈഡഡ് ഇൻ ടു ഹൈലാൻഡ്, മിഡ്ലാൻഡ് ആൻഡ് ലോലാൻഡ് ബേസ്ഡ് ഓൺ ദി ഓൾട്ടിറ്റ്യൂഡ്. സമുദ്രനിരപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. പിന്നീട് പറഞ്ഞത് മലനാടിനെ കുറിച്ചാണ്, ഹൈലാൻഡ് അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചർച്ച ചെയ്തത്. നോക്കൂ, വാട്ട് ആർ ദി ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് ഇൻ ഹൈലാൻഡ്? ഹൈലാൻഡിൽ, അതായത് മലനാട്ടിൽ കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങൾ, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. വാട്ട് ആർ ദ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്? ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? ദ ഫോളോയിങ് ആർ ദി ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് ദീസ് ക്രോപ്സ്. എന്തൊക്കെയാണ്? ടെമ്പറേച്ചർ ബിലോ 30 ഡിഗ്രി സെൽഷ്യസ്, അബണ്ടൻറ്റ് റെയിൻഫോൾ, അതുപോലെ തന്നെ വെൽ ഡ്രെയിൻഡ് സോയിൽ. അപ്പോൾ എന്തൊക്കെയാണ് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങൾ? എന്തൊക്കെയാണ്? താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ്, നല്ല തണുപ്പുള്ള സ്ഥലമാണ്. ധാരാളമായിട്ട് മഴ ലഭിക്കുന്നുണ്ട്, കാരണം ഉയർന്ന പ്രദേശമാകുമ്പോൾ തണുപ്പുണ്ടെന്ന് പറഞ്ഞു, അവിടെ മഴ നല്ലവണ്ണം വർഷിക്കും. അതുപോലെ തന്നെ നീർവാർച്ചയുള്ള മണ്ണ്, എപ്പോഴും നീരൊഴുക്കുള്ള മണ്ണാണ്, അതുകൊണ്ട് കൃഷിക്ക് നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് എപ്പോഴും അവിടെ ഉണ്ടാവുക. നമുക്കറിയാം, വയനാട്ടിലേക്ക് പോകുമ്പോൾ നല്ല തണുപ്പാണ്, ചുരം കയറുമ്പോൾ തന്നെ നമുക്ക് അനുഭവപ്പെടും. താഴെ ചൂടുള്ള സമയത്ത് നമ്മളിങ്ങനെ ചുരം കയറി പോകുമ്പോൾ ഇങ്ങനെ തണുപ്പായി വരും. അപ്പോൾ അവിടെ എന്താണ്? ഭൂമി ഉയർന്നിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ബേസിക് സയൻസിൽ പഠിച്ചു, നീരാവി ആയിട്ട്, അതായത് ജലം നീരാവി ആയിട്ട് കാർമേഘങ്ങൾ ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ താഴ്ന്ന പ്രദേശത്തുള്ള ഈ ജലം അന്തരീക്ഷത്തിലേക്ക് ഉയർന്നിട്ട് കാറ്റടിച്ച് പോകുമ്പോൾ ഈ മലഭാഗത്തൊക്കെ തട്ടിങ്ങി നിൽക്കുകയാണ്. അതാണ് അവിടെ ഇത്രയും തണുപ്പ് വരാനുള്ള കാരണം. അപ്പോൾ നമ്മൾ ഉയർന്ന പ്രദേശം ആവുന്തോറും അന്തരീക്ഷത്തിലെ ചൂട് കുറയും, നല്ല തണുപ്പ് അനുഭവപ്പെടും. അപ്പോൾ ഊട്ടിയിലൊക്കെ പോയാൽ ഇതിലേറെ തണുപ്പായിരിക്കും, നല്ല തണുപ്പായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ ഏറ്റവും ഉയർന്ന സ്ഥലമാണ്. അപ്പോൾ ഉയരം കൂടുന്തോറും തണുപ്പ് കൂടും. അടുത്തത്, വിച്ച് ആർ ദ ക്രോപ്സ് ദാറ്റ് ഹൈലാൻഡ് റീജിയൻ ഈസ് സൂട്ടബിൾ ഫോർ? അപ്പോൾ മലനാട്ടിൽ
ആ പ്രദേശത്തൊക്കെ ഏത് തരം കൃഷിയാണ് അനുയോജ്യം, ആ ഭാഗത്തൊക്കെ അനുയോജ്യമായിട്ടുള്ള കൃഷികൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ദ ക്ലൈമറ്റ് ഈസ് ഫേവറബിൾ ഫോർ ദി ഗ്രോത്ത് ഓഫ് ടീ, കോഫി ആൻഡ് സ്പൈസ് ക്രോപ്സ് ലൈക്ക് കാർഡമോം, പെപ്പർ, ജിഞ്ചർ ആൻഡ് ടർമറിക്. ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ സുഗന്ധവിളകൾക്കും അതുപോലെ തന്നെ തേയില, കാപ്പി തുടങ്ങിയവയ്ക്കും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്, മലനാട്ടിൽ ഉള്ളത്. അതായത് അവിടെ താപനില 30 ഡിഗ്രിയിൽ കുറവായിരിക്കും എപ്പോഴും. അതുപോലെ തന്നെ എപ്പോഴും മഴ ലഭിക്കുന്ന സ്ഥലമായിരിക്കും. അതുകൊണ്ട് തന്നെ അടുത്ത മണ്ണിൽ എപ്പോഴും നീർവാർച്ചയുള്ള മണ്ണായിരിക്കും. പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത് ഇടനാടിനെ കുറിച്ചാണ്, അതായത് മിഡ്ലാൻഡ്. അപ്പോൾ അവിടുത്തെ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അവിടുത്തെ ഒരു കാർഷിക വിളകൾക്ക് അനുയോജ്യമായിട്ടുള്ള ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിലുള്ളത്? അബണ്ടൻ്റ് റെയിൻഫോൾ, മോഡറേറ്റ്ലി തിക്ക് ലെയേഴ്സ് ഓഫ് എല്ലുവിയൽ സോയിൽ ഇൻ ദി റിവർ ബേസിൻസ് ആൻഡ് ലാറ്ററൈറ്റ് സോയിൽ അലോങ് ദി hilly tracts are the favorable geographical factors for the crops diversity in the midland region. ധാരാളമായി ലഭിക്കുന്ന മഴ ഈ മേഖലയിലെ ചെറുകുന്നിൻ പ്രദേശങ്ങളിൽ ലാറ്ററൈറ്റ് മണ്ണിൻ്റെയും നദീതടങ്ങളിലെ എക്കൽ മണ്ണിൻ്റെയും സാമാന്യം കനത്ത ആവരണം തുടങ്ങിയ അനുകൂല ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണം. Why are the farmers turning to rubber cultivation instead of traditional ക്രോപ്സ്? അതായത് കർഷകർ പരമ്പരാഗതമായിട്ടുള്ള കാർഷിക കൃഷി ഉപേക്ഷിച്ചുകൊണ്ട് അവർ റബ്ബർ കൃഷിയിലേക്ക് മാറി. എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യാൻ കാരണം എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ്? ദ റീജിയൻ ഈസ് സൂട്ടബിൾ ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് റബ്ബർ വിച്ച് ഈസ് എ ചീഫ് കൊമേഴ്സ്യൽ ക്രോപ്പ് ഓഫ് കേരള. വൺസ് പ്ലാന്റഡ് ദ റബ്ബർ ക്രോപ്പ് has the merit of long lasting yield. കേരളത്തിലെ പ്രധാന വാണിജ്യവിളയായ റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഏത്? ഇടനാട്. അപ്പോൾ അവർ പാരമ്പര്യമായിട്ട് കൃഷി ചെയ്യുന്ന മരച്ചീനി, കാച്ചിൽ, ചേനൊക്കെ ഒഴിവാക്കിയിട്ട് ഈ റബ്ബർ നടാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മെച്ചം എന്താ വെച്ചാൽ ഇത് ഒരിക്കൽ നട്ടാൽ അതിൻ്റെ വിളവെടുപ്പ് തുടങ്ങിയാൽ പിന്നെ അത് ഒരുപാട് കാലം, ഏറെക്കാലം വിളവ് ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് അവർ മറ്റ് കൃഷികളൊക്കെ ഒഴിവാക്കിയിട്ട് റബ്ബറിലേക്ക് തിരിയാൻ കാരണം. വാട്ട് ആർ ദ മേജർ ക്രോപ്സ് ഓഫ് ലോലാൻഡിലെ, അതായത് തീരപ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക മേഖല ഏതൊക്കെയാണെന്നാണ് ചോദ്യം. വാട്ട് ആർ ദി മേജർ ക്രോപ്സ് ഓഫ് ദി ലോലാൻഡ്? എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടത്? ദ ഡെപ്പോസിറ്റ്സ് ഓഫ് അലൂവിയൽ സോയിൽ ഇൻ ദി ലോലാൻഡ് ആർ ഐഡിയൽ ഫോർ പാഡി കൾട്ടിവേഷൻ. പാഡി കൾട്ടിവേഷൻ എന്നാണ് കൃഷി, നെൽകൃഷി. ഓക്കെ. ആൻഡ് ദ സലിൻ അലൂവിയൽ സോയിൽ എലോങ് ദി കോസ്റ്റൽ സ്ട്രക്ചേഴ്സ് ഫോർ കോക്കനട്ട് ട്രീസ്. നമുക്കറിയാം സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമൊന്നുമില്ലാത്ത സ്ഥലമാണ് ഈ തീരപ്രദേശം. അപ്പോൾ താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണിൻ്റെ നിക്ഷേപം നെൽകൃഷിക്കും അതുപോലെ തീരപ്രദേശങ്ങളിലെ ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് തെങ്ങ് കൃഷിക്കും ഏറെ അനുകൂലമാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കേരളത്തിൻ്റെ ഭൂപ്രകൃതി വൈവിധ്യവും കൃഷിയും, അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മലനാട്, ഇടനാട്, തീരദേശം എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. പിന്നെ മലനാട് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ മഴയും മഞ്ഞും തണുപ്പൊക്കെ വളരെയധികം കൂടുതലാണ് അവിടെ. സമുദ്രനിരപ്പിൽ നിന്നും വളരെയധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വതനിരയുടെ ഭാഗമായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ മലനാട്ടിലെ ഭൂമിശാസ്ത്രമായിട്ടുള്ള ഘടകങ്ങൾ, അവിടുത്തെ പ്രത്യേകതകൾ എപ്പോഴും എന്തായിരിക്കും? താപനില എപ്പോഴും 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കും. അതുപോലെ ധാരാളമായി മഴ ലഭിക്കുന്നുണ്ട്. അതുപോലെ നീർവാർച്ചയുള്ള മണ്ണാണ്. അതുപോലെ മലനാട്ടിലെ വിളകൾ ഏതൊക്കെയാണ്? ഏലം, കുരുമുളക്, തേയില, കാപ്പി, വാനില, കരയാമ്പൂ, ഇഞ്ചി, മഞ്ഞൾ. ഇവയൊക്കെ എന്താണ്? ആ ഭാഗത്തെ പ്രധാനപ്പെട്ട കൃഷികളാണ്. അടുത്ത ഇടനാട്. തീരപ്രദേശത്തിനും മലനാടിനുമിടയിൽ ഇടനാട്. കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യങ്ങൾ ഉള്ള പ്രദേശമാണ് ഈ ഇടനാട്. ഭക്ഷ്യധാന്യങ്ങളും പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ തുടങ്ങിയവ ഇടനാട്ടിൽ വിളവൈവിധ്യത്തിൻ്റെ ഭാഗമാണ്. അവിടെ ധാരാളം കൃഷി ചെയ്യുന്നതാണ് എന്തൊക്കെ ഈ സാധനങ്ങളൊക്കെ. അപ്പോൾ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഇടനാട്. ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണം എന്തൊക്കെയാണ്? ധാരാളമായി ലഭിക്കുന്ന മഴ, ഈ മേഖലയിലെ ചെറുകുന്നിൻ പ്രദേശങ്ങളിൽ ലാറ്ററൈറ്റ് മണ്ണിൻ്റെയും നദീതടങ്ങളിലെ എക്കൽ മണ്ണിൻ്റെയും സാമാന്യം
കനത്ത ആവരണം തുടങ്ങി അനുകൂല ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണം. അപ്പോൾ ധാരാളം മഴ ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ മണ്ണ് അതൊക്കെ തന്നെയാണ് അവിടുത്തെ വിളകൾക്ക് ഇത്രയധികം ഉൽപ്പാദനശേഷി ഉണ്ടാക്കാനുള്ള കാരണം. ഭക്ഷ്യധാന്യങ്ങളും പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളൊക്കെ ധാരാളമായിട്ട് അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇനി അവിടുത്തെ പ്രധാനപ്പെട്ട വിളകൾ നോക്കൂ. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, മരച്ചീനി, ചേന, റബ്ബർ, കാച്ചിൽ, വാഴ ഇതൊക്കെ അവിടെ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട് ഇടനാട്ടിലെ കൃഷി പെട്ടെന്ന് റബ്ബർ കൃഷിയിലേക്ക് മാറി. അതെന്തുകൊണ്ടാണ്? ഇടനാട്ടിൽ റബ്ബർ കൃഷി വ്യാപകമാകാൻ കാരണം ഒരിക്കൽ നട്ട് വിളവെടുപ്പ് തുടങ്ങിയാൽ ഏറെക്കാലം വിളവ് ലഭിക്കുമെന്നതാണ് റബ്ബറിൻ്റെ പ്രത്യേകത. കാരണം ആ ഭാഗത്തെ മണ്ണ് റബ്ബറിന് നല്ലൊരു പറ്റിയ മണ്ണാണ്, കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ്, റബ്ബർ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ്. അതുപോലെ തന്നെ കൂടുതൽ ലാഭവും മറ്റ് കാർഷിക വൃത്തിയുള്ള വിമുഖതയൊക്കെ ഈ റബ്ബറിലേക്ക് ആളുകൾ തിരിയാൻ കാരണമായി. അതുപോലെ തന്നെ വിളവ് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നതാണ് റബ്ബർ കൃഷി. മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഏറ്റവും ലാഭകരവും പ്രോഫിറ്റായിട്ട് വരുന്നത് റബ്ബർ തന്നെയാണ്. അതുകൊണ്ടാണ് പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്തിരുന്ന വിളകളൊക്കെ ഒഴിവാക്കിയിട്ട് റബ്ബർ കൃഷിയിലേക്ക് തിരിയാൻ കാരണം. അതുപോലെ ജോൺ ജോസഫ് മർഫി, അദ്ദേഹം അയർലൻഡുകാരനാണ്. അദ്ദേഹമാണ് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. അടുത്തത് തീരദേശം. സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ലാത്ത പ്രദേശമാണ് തീരപ്രദേശം. തീരപ്രദേശത്തെ മുഖ്യ വിളകൾ നെല്ലും തെങ്ങുമാണ്. താഴ്ന്നിടങ്ങളിലെ എക്കൽ മണ്ണിൻ്റെ നിക്ഷേപവും നെൽകൃഷിക്കും അതുപോലെ തീരപ്രദേശങ്ങളിലെ ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് തെങ്ങ് കൃഷിക്കും ഏറെ അനുകൂലമാണ്. അതുപോലെ നെല്ല്, തെങ്ങ് തുടങ്ങിയ വിളകൾ സമൃദ്ധമായി കൃഷി ചെയ്തിരുന്ന തീരമേഖല പ്രദേശങ്ങൾ കാലക്രമേണ എന്തായി? ജനവാസ കേന്ദ്രങ്ങളായി മാറിത്തുടങ്ങി. അപ്പോൾ ഇത് കൃഷിഭൂമിയുടെ അളവിൽ കാര്യമായ കുറവുണ്ടാക്കി. അപ്പോൾ മനുഷ്യർ താമസിക്കാൻ വേണ്ടിയിട്ട് വീടുകളും അതുപോലെ തന്നെ വ്യവസായത്തിന് വേണ്ടി ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കിയപ്പോൾ കൃഷി ചെയ്യാനുള്ള സ്ഥലം കുറഞ്ഞുപോയി. അപ്പോൾ വിത്തും വളം തുടങ്ങിയ വിവിധ വിലവർധനവ് കൃഷി ആദായകരമല്ലാതാക്കുകയും ചെയ്യും. അപ്പോൾ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വളങ്ങളും അതുപോലെ തന്നെ വിത്ത് കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ വില കൂടിയപ്പോൾ അതിനും ആളുകൾക്കൊരു വിമുഖത വരാൻ കാരണമായി. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ കർഷകർ മറ്റ് തൊഴിലുകളിലേക്ക് മാറാൻ തുടങ്ങി. ലാഭകരമല്ലാത്തത് കൊണ്ട് അവർ മറ്റ് തൊഴിൽ തേടി പോകാൻ തുടങ്ങി. അതോടെ കൃഷിയുടെ കാര്യത്തിൽ അവർ വിമുഖത കാണിച്ചു തുടങ്ങി. കൃഷിയോടുള്ള താല്പര്യം വളരെ കുറഞ്ഞുപോയി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ കൃഷി മേഖലയിൽ വളരെയധികം തളർച്ച ഉണ്ടാക്കാൻ കാരണമായി. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ പുറം നാടുകളിൽ നിന്നും ഭക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അരിക്കും മറ്റും ആശ്രയിക്കുന്നത് നമ്മൾ മറ്റു സംസ്ഥാനങ്ങളെയാണ്. നമ്മളിപ്പോൾ അരിയും പച്ചക്കറിയൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നെൽകൃഷി നിലനിർത്തേണ്ടതും ആ കൃഷി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതൊക്കെ എന്താണ്? നമ്മുടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നലത്തെ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞത്. ഇനി 2 ആക്ടിവിറ്റിയാണുള്ളത്. അത് ഏതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ആക്ടിവിറ്റി എന്താ? താഴെ പറയുന്ന കാർഷിക വിളകളെ അവ കൂടുതലായി കൃഷി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗങ്ങൾ അടിസ്ഥാനമാക്കി തരംതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താഴെ പറയുന്ന തേയില, കാപ്പി, കുരുമുളക്, ഏലം, ഇഞ്ചി, മഞ്ഞൾ, തെങ്ങ്, മരച്ചീനി, നെല്ല്, വാഴ, റബ്ബർ ഇതൊക്കെ എല്ലാ സ്ഥലത്തും കൃഷി ചെയ്യുന്ന സംഗതികൾ തന്നെയാണ്. പക്ഷേ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് ആ ഒരു ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ തരംതിരിക്കേണ്ടത്. അപ്പോൾ മലനാട് എന്ന് എഴുതുക. മലനാട്ടിലെ വിളകൾ എന്ന് എഴുതിയിട്ട് അതായത് താഴെ തേയില, കാപ്പി, കുരുമുളക്, ഏലം, ഇഞ്ചി, മഞ്ഞൾ ഇത്രയും കാര്യങ്ങൾ അതിന് താഴെ. പിന്നെ രണ്ടാമതായിട്ട് ഇടനാട്ടിലെ വിളകൾ എന്ന് എഴുതിയിട്ട് ഹെഡിങ് എഴുതിയിട്ട് അതിന് താഴെ എന്തൊക്കെ എഴുതണം? മരച്ചീനി, വാഴ, റബ്ബർ ഇത് 3 അതിന് താഴെ എഴുതുക. അതുപോലെ തീരപ്രദേശം എന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴെ തെങ്ങും നെല്ലും ഇത് 2ആണ് അതിൻ്റെ താഴെ പ്രധാനമായിട്ടും വരുന്ന കൃഷി. അപ്പോൾ അത് എഴുതാം. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി ഇതാണ്, അത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ നോക്കാം. കൃഷിക്ക് അനുകൂലമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ആണ് കേരളത്തിലുള്ളതെങ്കിലും കേരളത്തിൽ കൃഷി പിന്നോക്കം പോകാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാം എന്ന് കണ്ടെത്തി എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറഞ്ഞത്? നമ്മുടെ കേരളത്തിൽ കൃഷിക്ക് പറ്റിയ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്, വെള്ളമുണ്ട്, മണ്ണുണ്ട്, അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ്, അതൊക്കെ ഉണ്ടായിട്ടും കേരളത്തിൽ കൃഷി പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഭക്ഷണ സാധനത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അന്യ സംസ്ഥാനങ്ങളെയാണ്
ആശ്രയിക്കുന്നത്. അരിക്കും പച്ചക്കറിക്കൊക്കെ നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ഈ ലോറി സംഭരം അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, അവിടെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇവിടെ മാർക്കറ്റിൽ വില വർദ്ധിക്കാനൊക്കെ കാരണം എന്താണ്? നമ്മൾ അത്രയ്ക്കും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത് കൊണ്ടാണ്. ഭക്ഷണ സാധനങ്ങൾ ലഭ്യത കുറയുമ്പോഴാണ് മാർക്കറ്റിലൊക്കെ വില കുതിച്ചു വരുന്നത്. അപ്പോൾ നമ്മുടെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ തന്നെ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ തീർച്ചയായിട്ടും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം. ഭക്ഷണ സാധനത്തിന് വേണ്ടിയുള്ള മറ്റു സംസ്ഥാനങ്ങൾ ആശ്രയിക്കുന്നത് ഒഴിവാക്കിയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്താൽ ഒരുപാട് ഗുണങ്ങളുണ്ടാകും. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കതിൻ്റെ കാരണങ്ങൾ നോക്കാം. പിറകോട്ട് പോകാനുള്ള കാരണം, കേരളത്തിൽ കൃഷി പിറകോട്ട് പോകാനുള്ള കാരണങ്ങൾ, ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കൃഷി പുറകോട്ട് പോകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. ദ ഹൈക്ക് ഇൻ ദി പ്രൈസ് ഓഫ് സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് ലേബർ മെയ്ഡ് അഗ്രികൾച്ചർ ലെസ് പ്രോഫിറ്റബിൾ. ആസ് എ റിസൾട്ട് ദ ഫാമേഴ്സ് വെർ ഫോഴ്സ്ഡ് ടു സ്വിച്ച് ടു അതർ സെക്ടർ ഓഫ് എംപ്ലോയ്മെൻറ്റ്. എന്താ പറയുന്നത്? വിത്ത്, വളം തുടങ്ങിയവയിലെ വില വർധനവ്, അതായത് അടിസ്ഥാനമായിട്ട് വേണ്ട കാര്യങ്ങളാണ് വിത്ത്. അതുപോലെ തന്നെ ഫലപുഷ്ടിയുള്ള മണ്ണില്ലെങ്കിൽ നമുക്ക് വളം ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെയുള്ള വിലവർദ്ധനവ് കൃഷി ആദായകരമല്ലാതാക്കി. അവർക്ക് ലാഭം കുറയാൻ തുടങ്ങി, അതുപോലെ തന്നെ വിളവും കുറയാൻ തുടങ്ങി. അപ്പോൾ ഇതുമൂലം കർഷകർ മറ്റു തൊഴിലുകളിലേക്ക് മാറിപ്പോകാൻ തുടങ്ങി, നിർബന്ധിതരായി. പിന്നെ ഈ കുന്നുകളൊക്കെ ഇടിച്ച് വയലുകളൊക്കെ നികത്തി അവിടെ കെട്ടിടങ്ങളും അതുപോലെ തന്നെ മറ്റു വ്യവസായ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അതും കൃഷി കുറയാൻ ഒരു കാരണമായി. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഇത് തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത്രയും എഴുതിയാൽ മതി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട്സായിട്ട് എഴുതുക. നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഹെഡിങ് എഴുതിയിട്ട് അതിന് താഴെ കാര്യങ്ങൾ എഴുതാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ എഴുതി വെക്കാം. എങ്ങനെ എഴുതാം, കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് ഈ 2 ആക്ടിവിറ്റിയും ചെയ്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. നോട്ട്സ് കറക്റ്റായിട്ട് എഴുതണം. പിന്നീട് നിങ്ങൾക്ക് എക്സാം സമയത്തൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ ആ രീതിയിൽ എഴുതാം. നിങ്ങൾക്കൊന്നെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഹെഡിങ് എഴുതിയിട്ട് ഓരോ കാര്യങ്ങൾ താഴെ വിവരണം എന്നുള്ള രീതിയിൽ അങ്ങനെയും എഴുതി വെക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.